ഞാനിവിടെ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ വന്നതാണ്. എൻ്റെ പേര് ഹാരിസ് കോന്നിക്കാടൻ എന്നാണ്. ഞാൻ ഇത് സമയം കിട്ടുമ്പോൾ ഒരു 4 ആഴ്ച കഴിഞ്ഞ് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മടുത്തു. ഇപ്പോൾ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ ബാംഗ്ലൂരിൽ ഒരു ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്തുണ്ടായ കാര്യത്തെക്കുറിച്ച് പറയാനാണ്. 2006-2010 ബാച്ചിൽ ഇപ്പോഴും അതന്നെ നടക്കുന്നുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ പോലീസുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന പോലെ ആക്കണ്ടല്ലോ. ബാംഗ്ലൂർ പോലീസിനോട് പറഞ്ഞാൽ അവർ പറയും ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്, അവിടെ ഇങ്ങനെയൊന്നും ഹെൽപ്പ് ഒന്നും കൊടുക്കണില്ല എന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായൊരു ഇതാണ് പറയണത്. വ്യക്തിപരമായി എല്ലാവരും പറയണതാണ്. അവരുടെ കോളേജിൻ്റെ റിവ്യൂയുടെ അടിയിൽ നോക്കിയാൽ കണ്ട കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇത് ഫ്രോഡ് കോളേജാണ്, ഫ്രോഡ് എക്സാം, ഹെൽപ്പ് എക്സാം കൊടുക്കണ സ്ഥലമാണ്. അപ്പോൾ അത് അന്വേഷിച്ച് കാര്യങ്ങൾ എത്തണം, അല്ലെങ്കിൽ പിന്നെ പോലീസുകാർ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്താ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള റോസമ്മ വിജയ് എന്ന് പറയുന്നത് രാമു കാര്യമായിട്ട് ഫ്രോഡ് അവാർഡും മേടിച്ച് ആലപ്പുഴ എടത്വയിലുള്ളവരാണ്. ഇത് റോമൻ കാത്തലിക് പള്ളി എന്നതിൻ്റെ പേരിൽ, ഫേക്ക് പള്ളി എന്നതിൻ്റെ പേരിൽ അതിൻ്റെ മറവിൽ കുറേ ഹെൽപ്പും അനധികൃതമായ കാശ് മേടിച്ച് CJ റോയ് പോലെ അവിടെ CJ റോയ് പോലെ സ്വന്തം റിവോൾവർ കൊണ്ട് സ്വയം വെടിവെച്ച് ബാക്കിയുള്ളവർ ശത്രുക്കളെ വെടിവെക്കണതിന് പകരം അവർ തന്നെ അവരുടെ സ്വയം ശത്രുവാണ്. അവർ തന്നെ അവർക്ക് ആവശ്യമില്ല, അവർ തന്നെ വെടികളാണ്. അപ്പോൾ അവർ ബാക്കിയുള്ള വെട്ടികളെ നേർന്ന് കൂട്ടി ചത്താലും എന്ത് കുഴി ചാടിയാലും അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അവർ തന്നെ ധൈര്യമില്ലാണ്ട് അവർ അനധികൃതമായി കാശ് മേടിച്ച് സ്വന്തം റിവോൾവർ ഉണ്ടെങ്കിൽ സ്വയം രക്ഷയ്ക്ക് ഉപയോഗിക്കാണ്ട് സ്വന്തം ധൈര്യമില്ലാണ്ട് സ്വയം വെടിവെച്ച് ഉതിർത്ത് സ്വയം ആത്മഹത്യ ചെയ്യണവരാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുത്തുണ്ടല്ലോ അവരുടെ ഫാമിലിയിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ അന്ന് ഹെൽപ്പൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ മിതവ്യയം പാലിച്ച് ജീവിക്കുന്നത് ഇഷ്ടം. ഞാൻ കാറും ബൈക്കൊക്കെ 350 കിലോമീറ്റർ വരെ 3 സമോസ കഴിച്ചൊക്കെ ഓടിക്കും. പക്ഷേ നടന്നാണെങ്കിൽ ശീലം, നടന്ന് അധികം പ്രതീക്ഷിക്കാണ്ട് മിച്ചം വെച്ച കാശ് കൊണ്ട് വല്ല 6500 രൂപ ഇൻട്രസ്റ്റ് വെച്ചിട്ട് സാധാ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. സാധാ രീതിയിൽ 2 നേരം ഭക്ഷണം കഴിക്കുക. ഒരു 70 വർഷം വരെ ജീവിക്കാനുള്ള അത്ര ഉള്ളതോ. ഇതെൻ്റെ മാതാപിതാക്കളാണ് കാശ് കൊടുത്തത്. അതൊന്നും എൻ്റെ കയ്യിൽ കാശില്ലല്ലോ. അനധികൃതമായി കാശ് കൊടുക്കുക. എനിക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നു ഹെൽപ്പ് എക്സാം എഴുതാനായിട്ടും ഫ്രോഡ് എക്സാം എഴുതാനായിട്ടും. ഫ്രോഡ് എക്സാം എഴുതിയിട്ട് ഫ്രോഡ് ജോലിക്ക് ചെയ്യേണ്ടെന്ന് പറയുന്നത് എനിക്ക് ഫ്രോഡ് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രോഡ് എക്സാം എഴുതിയിട്ട് അതിൻ്റെ ഉള്ള ഒന്നും ഞാൻ സമ്പാദിക്കാനും പോകണില്ല, ഒന്നും നേടാനും പോകണില്ല, ഒന്നും സംഭരിക്കാനും പോകണില്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. അപ്പോൾ ഈ ഫ്രോഡ് എക്സാം എഴുതണവർ പലരും ഉണ്ടായിരുന്നു കൃത്യമായി കാശ് മേടിച്ച്. ഇവിടെ ടീച്ചേഴ്സ് എന്തിനാ പഠിപ്പിക്കാൻ പോകണ സാലറിക്ക് എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു ടീച്ചേഴ്സ്. പിന്നെ ഫ്രോഡ് പിള്ളേർ ഇവിടെ പുറത്തുള്ള എംബസി, ഫോറിൻ എംബസി ഇതെല്ലാം അറിയണ്ടാവോ എന്തോ. ഇങ്ങനെ അവരുടെ കോളേജിന് അടിയിൽ കിടക്കുന്ന കമൻറ്റ് കണ്ടറിയാം ഫ്രോഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഫ്രോഡ് ഹെൽപ്പ് എക്സാം എഴുതുന്നതാണ്, അവിടുത്തെ എല്ലാവരും കണ്ട ചെകുത്താൻ ബാധിതരെ പോലെയാണ്. ഇതൊന്നും അധികമായിട്ട് പറയണില്ലേ. അപ്പോഴും പറയാം ഇങ്ങനെ ഫ്രോഡ് എക്സാം എഴുതിയിട്ട് അനധികൃതമായി കാശ് മേടിച്ച് ടീച്ചേഴ്സ് എന്തിനാ ഇവിടെ പഠിപ്പിക്കേണ്ട കാര്യം. ഇത്ര വർഷങ്ങളായിട്ട് 20 വർഷം മുമ്പും 20 വർഷം കഴിഞ്ഞിട്ടും ഇത് 18, 15, 16 വർഷം കഴിഞ്ഞിട്ടും ടീച്ചേഴ്സ് ഇവർ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ടീച്ചേഴ്സിന് ഇവർക്ക് ഹെൽപ്പിൻ്റെ ആൻസേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കണം. ക്യാമറ സിസ്റ്റമൊക്കെ ഓഫ് ചെയ്തിട്ട് വരുന്ന എക്സാമിനെയൊക്കെ കുടിച്ച് കിടത്തി ആവശ്യമില്ലാത്ത ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കുടിച്ച് കിടത്തി ഈ ഹെൽപ്പ് എക്സാം ഒരു പോലീസുകാരും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണല്ലേ. ഫ്രോഡ് എക്സാം എഴുതിയ കുറേ പുറത്ത് പോയിട്ടുള്ളവരുണ്ട്. പുറത്ത് പോയിട്ടുള്ളവർ പോട്ടെ, ഇനി വരാനുള്ളത് സൂക്ഷിച്ച് വീക്ഷിക്കുക, കാര്യങ്ങൾ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അവരുടെ അവിടെ എന്താണ് CJ റോയുടെ പോലെ ആക്കേണ്ട രീതിയില്ലല്ലോ. ബാഡ്ലി മോട്ടിവേറ്റഡ് ബാംഗ്ലൂർ എന്ന സ്ഥലം എനിക്കിഷ്ടമില്ലാത്ത സ്ഥലം. അതാണ് ഫ്രോഡ് എക്സാം എഴുതി മാതാപിതാക്കൾ കൊടുത്ത കാശുകൊണ്ട് ഫ്രോഡ് എക്സാം എഴുതി മിതവ്യയം പാലിച്ച് ജീവിക്കുന്നവർക്ക് ഇഷ്ടം. ഫ്രോഡ് എക്സാം എഴുതി യഹോവയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ, ഫ്രോഡ് എക്സാം എഴുതി ഫ്രോഡ് മാർക്ക് മേടിച്ച് പുറത്തേക്ക് പോയി ഈ ഫ്രോഡ് ജോലി ചെയ്യേണ്ട കാര്യമില്ല. അതെനിക്ക് ഇഷ്ടമില്ല, അതിന് താല്പര്യമില്ല. ഫ്രോഡ് ജോലി ചെയ്ത് ഒന്ന് നേടാനും എനിക്ക് താല്പര്യമില്ല, ഒന്ന് സംഭരിക്കാനും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള റോസമ്മ അവിടെ കുറേ സർവ്വസാധാരണമായിട്ട് കേസ് എടുക്കാണ്ട് കാര്യമില്ലല്ലോ. അവിടെ നോക്കണം, സൂക്ഷിച്ച് വീക്ഷിക്കണം. പക്ഷേ എന്നിട്ടും വലിയ കാര്യമില്ല. അത് തന്നെ ആ വീട്ടിൽ തന്നെ തുടരണം. ഫ്രോഡ് എക്സാം പോലീസുകാർ വലിയ വീഴ്ചയാണ് വരുത്തണത്. അതുപോലെ എല്ലാ ഫ്രോഡ് പിള്ളേർ അവർ അവിടെ പുസ്തകങ്ങൾ മേടിച്ച് പഠന സാമഗ്രികൾ മേടിച്ചിട്ട് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്ര 4 വർഷം 4.5 വർഷമൊക്കെ അവർക്ക് എക്സാം ഹെൽപ്പ് കിട്ടുന്നുണ്ട്. ഇത്ര 6500 വെച്ച് ഒരു സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും 4 സബ്ജക്റ്റ് 6 സബ്ജക്റ്റ് വെച്ചിട്ട് കൊടുത്ത ഇവർക്കും അതിൻ്റെ അനധികൃതമായി കാശ് കിട്ടി. അനധികൃതമായി കാശ് കൊടുക്കുക, എന്നിട്ട് ഹെൽപ്പ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യണതിന് വല്ല കാര്യമുണ്ടോ. അങ്ങനെയുള്ളൊരു പലരും പണ്ടത്തെ എൻ്റെ 2006-2010 ബാച്ചിൽ എൻ്റെ മുഖത്ത് നോക്കി ഇവരാരും സംസാരിക്കാറില്ല. പക്ഷേ വൃത്തികെട്ട വാക്കുകളും പറഞ്ഞ് സ്വന്തം സൂക്ഷിച്ചാവസ്ഥ പുറത്ത് കാണിച്ച് പോൾ ജോസ്, ഈ കാഞ്ഞാണി പുത്തമ്പേടിക ആ ഭാഗത്താന്ന് തോന്നുന്നു അവരുടെ വീട്, ഇപ്പോൾ അബുദാബിയിലുണ്ട്. അഭിലാഷ് SB
അവർ കൊല്ലാൻ പോലും മടിക്കില്ല അവരുടെ സ്റ്റുഡൻസിനെ ആരെങ്കിലും അവരുടെ ഫ്രോഡ് തരം വെളിവാക്കിയാൽ. അപ്പോൾ അഭിലാഷ് എസ് പി പോലത്തെ ഗുണ്ടകൾ കൊല്ലം ഉള്ളവർ. അപ്പോൾ ഇതൊക്കെ എനിക്കൊന്നും ബാക്കിയുള്ളവർ മഞ്ഞായതുകൊണ്ട് ഇങ്ങനൊരു സ്പെഷ്യൽ ആളെ മഞ്ഞായി കാണേണ്ട കാര്യമില്ല. അപ്പോൾ അഭിലാഷ് എസ് പി കൊല്ലം അവർ അബുദാബിയിലുണ്ട്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ യുദ്ധം നടക്കുന്നുണ്ട്, അതും ഓർക്കുക. പിന്നെ ജോൺ തിമോത്തി കാനഡയിൽ റെജീന ഫിലിം അവാർഡ്സും മേടിച്ച് ഈ ഫ്രോഡ് എക്സാം എഴുതി പോയവരാണ്. നഴ്സിംഗ് ജോലി ചെയ്യണ കാനഡയിൽ വില്ലടം രാമവർമ്മപുരം അതിൻ്റെ അടുത്തുള്ളത്. പിന്നെ ഡിക്ടോ ഡെവിസ് ഇരിഞ്ഞാലക്കുട, പ്രസൂൺ പൗലോസ്, സെബാസ്റ്റ്യൻ ലിസ്റ്റൻ കൊടാക്കര കനകമല, പ്രസൂൺ പൗലോസ് പീച്ചി പട്ടിക്കാട്, ഇവരെയൊക്കെ ഉള്ള ഒരു ഫ്രോഡ് എക്സാം എഴുതി അനധികൃതമായി കാശ് കൊടുത്തിട്ട് ഫ്രോഡ് എക്സാം എഴുതിയവരാണ്. ഇതൊക്കെ നോക്കി കാണണം, സൂക്ഷിച്ച് വീക്ഷിക്കണം. അല്ലാണ്ട് പുറത്തുള്ള ഫോറിൻ എംബസി ഇതൊന്നും അറിയണില്ല. ഇങ്ങനെ ഫ്രോഡ് എക്സാം എഴുതിയിട്ട് ജോലിക്ക് പോയിട്ട് വല്ല കാര്യമില്ല, ഒന്നും ജയിക്കാനും ഇല്ല നേടാനും ഇല്ല. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ മിഥ്യവായം പാലിച്ചിരിക്കുന്ന ഇഷ്ടം. എനിക്ക് ഫ്രോഡ് എക്സാം എഴുതേണ്ട കാര്യമില്ല, മാതാപിതാക്കളുടെ കാശ് കൊടുത്ത് അങ്ങനെ ഫ്രോഡ് എക്സാം എഴുതി ഞാൻ ഒരു ജോലിക്കും അധികം പോയിട്ടില്ല. ജോലിക്ക് എനിക്കൊന്നും നേടാനും ഇല്ല, ഒന്നും സംഭരിക്കാനും ഇല്ല, ഒന്നും സമ്പാദിക്കാനും ഇല്ല. എനിക്ക് അങ്ങനെ താല്പര്യമില്ല ഫ്രോഡ് എക്സാം എഴുതി ഫ്രോഡ് ജോലി ചെയ്യണതിൽ. അപ്പോൾ കാര്യം സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ ഹിന്ദി കുട്ടകാണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഹിന്ദിക്കാർ കന്നഡ ആരും ഇതിനെ കുറിച്ച് പറയില്ല. എന്ന് വെച്ചാൽ മലയാളത്തിൽ ഞാൻ അതിന് റിവ്യൂ കൊടുത്തിട്ടുണ്ട് കോളേജിനടിയിൽ, റോസി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പേര് തമിഴും കന്നഡക്കാർ കമൻറ്റ് അടിച്ചിട്ടുണ്ട്, ഇത് ഫ്രോഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഫ്രോഡ് ഹെൽപ്പ് എക്സാം എഴുതേണ്ടതാണ്, കുറേ കാശ് മേടിക്കാന്നല്ലാണ്ട് സ്റ്റുഡൻസിനൊന്നും നോക്കി പരിപാലിക്കണമെന്നില്ല, സ്വന്തമായിട്ട് ഹോസ്പിറ്റലില്ല എന്നൊക്കെ, ഫ്രോഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ടീച്ചേഴ്സൊക്കെ ഹെൽപ്പ് എക്സാം കൊടുക്കുക, ആൻസേഴ്സ് ഓപ്പൺ എക്സാം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കേണ്ടയും ബുക്സ് നോക്കി പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണതിൽ അർത്ഥമില്ല, ജയിക്കാനും പോകണില്ല ഇങ്ങനെയുള്ളവർ. അപ്പോൾ അങ്ങനെ കുറേ പേര് അതിൻ്റെ റിവ്യൂ അടിച്ചിട്ടുണ്ട്. അപ്പോൾ റിവ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ട ഈ കോളേജ് ഇതിനടിയിൽ റിവ്യൂസൊക്കെ എങ്ങനെയാണ്. അപ്പോൾ കണ്ട് മനസ്സിലാക്കി സൂക്ഷിച്ച് വീക്ഷിച്ചാൽ കുറേയൊക്കെ നമ്മൾക്ക് ഫ്രോഡ് തരം ഈ വിഡ്ഢികൾ ജയിക്കാതിരിക്കണം. അങ്ങനെ റോയികൾ സ്വന്തം റിവോൾവർ കൊണ്ട് സ്വയം രക്ഷയ്ക്ക് ബാക്കിയുള്ളവരെ കൊല്ലണ പകരം ഈ സ്വയം വെടിയുർത്ത് ആത്മഹത്യ ചെയ്യണതും ഭേദമല്ലേ സ്വന്തം ഫ്രോഡ് തരം ഇല്ലാണ്ട് ജീവിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിയതാണ്.